മദ്യവും മയക്കുമരുന്നും എത്ര കുടുംബങ്ങളെയാണ് തകർത്തത്, എത്ര മാതാപിതാക്കളുടെ സ്വപ്നങ്ങളാണ് ഇല്ലാതാക്കിയത്. അതാ അലുബാബിനെ നോക്കൂ. മയക്കുമരുന്നിന് അടിമയായ അലുബാബിനെ അച്ഛൻ മുറിക്കുള്ളിൽ അടച്ചിട്ടിരിക്കുകയാണ്. അതേസമയം അവന്റെ മുറിക്കിപ്പുറത്ത് ഒരമ്മ മകനെ ഇത്രത്തോളം കൊഞ്ചിച്ച് വഷളാക്കി നീയാണ്. അന്യനാട്ടിൽ എല്ലാം കൂടെ പണിയെടുക്കുമ്പോഴും എനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു. എന്റെ മകൻ പഠിച്ചു വലുതായി നമ്മളെ പൊന്നുപോലെ നോക്കുന്നു. പക്ഷെ ഇപ്പോഴോ നിങ്ങൾ വിഷമിക്കാതിരിക്കുക. എങ്ങനെ വിഷമിക്കാതിരിക്കുവടി? പ്ലസ് ടു വരെ എന്ത് നന്നായി പഠിച്ചവനായിരുന്നു അവൻ. അവന്റെ ഓരോ വിജയവും നീ വിളിച്ചു പറയുമ്പോൾ എന്റെ മനസ്സിൽ അഭിമാനമായിട്ട്. നിങ്ങൾ വിഷമിക്കാതിരിക്കും. നിങ്ങളുടെ വിഷമം എനിക്ക് അറിയാം. ഒറ്റൊരു മകനല്ലേന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ചെയ്തു. ഒരൊറ്റൊരു മകൻ തന്നത്തിനും കുറുമ്പിനും മറ പിടിച്ചത് നീയാണ്. നീ ഒറ്റൊരുത്തി. അന്നേ ഫോൺ മതിയായിരുന്നു എനിക്ക്. അല്ലെങ്കിൽ ഇതുവരെയും എത്തില്ലായിരുന്നു ഈ കാര്യങ്ങളെല്ലാം. നീ ഒറ്റൊരുത്തിയാണ് അവനെ നശിപ്പിച്ചത്. എന്റെ ഫോൺ വന്നിട്ട് നമുക്ക് എടുത്തോണ്ട് വന്നേ. ആ പോലീസ് ബാലേട്ടനാണല്ലോ. ബാലേട്ടൻ ഇങ്ങനത്തെ ഹലോ ബാലേട്ട. ജാമ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം. എന്താ സംഭവിച്ചത്? എനിക്കും കൂടെ അറിയണം. എന്താ സംഭവിച്ചേന്നോ? നിന്റെ കുഞ്ഞാര മോനും നിന്റെ കൂട്ടുകാരും കൂടെ പെൺകുട്ടിയെ ആ പിഞ്ചു കുഞ്ഞിന് രാവിലെ മരിച്ചു. നമ്മുടെ മോനോ? അയ്യോ, പോലീസുകാരിപ്പോ അവനെ വരുമോ കൊണ്ടുപോകാൻ? അവൾ എന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കില്ലേ? ജയിലിലിടില്ലേ? ആ, ജയിലിടും. ജയിലിടുക തന്നെ ചെയ്യും. നിയമം എല്ലാവർക്കും ബാധകമാണല്ലോ. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണമല്ലോ. അയ്യോ, എന്റെ ദൈവമേ, എന്റെ കുട്ടി. അതെ, തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം. ഇതുപോലത്തെ എല്ലാ മാതാപിതാക്കൾക്കും ഒരു പാഠമായിരിക്കട്ടെ ഈ ഒരു മോണോ ആക്ട്. എല്ലാ മാതാപിതാക്കൾക്കും അവരുടെ മക്കളിൽ ഓരോ വിശ്വാസം ഉണ്ടായിരിക്കും. അവർ തെറ്റ് ചെയ്യില്ല എന്നൊരു വിശ്വാസം. അത് എന്ന് തീരുന്നോ അവിടെ എല്ലാം തീരും. നന്ദി, നമസ്കാരം.